ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മളുടെ YMCCയുടെ ഓണാഘോഷ പ്രോഗ്രാമാണ് കേട്ടോ. നമ്മുടെ ഒന്നാം ഓണത്തിൻ്റെ അന്ന് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓണം പ്രോഗ്രാം ഓരോരോ കാര്യങ്ങൾ തിരക്കായതുകൊണ്ട് നമ്മളെ വീഡിയോ കുറച്ച് ലാഗായിപ്പോയി. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് എല്ലാവരും കണ്ടുവരും കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ YMCC പ്രോഗ്രാം തുടങ്ങാനായിട്ടുണ്ട്. ചെണ്ടമേളമുണ്ട്, ഫസ്റ്റ് ഘോഷയാത്ര, പിന്നെ മെഗാ തിരുവാതിരക്കളി, പിന്നെ സ്റ്റേജ് പ്രോഗ്രാം, സദ്യ, അടിപൊളി സൂപ്പർ ഓണ സദ്യയാണ് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവർക്കും YMCC മെമ്പേഴ്സിനൊക്കെ ബാഡ്ജുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ YMCC മുന്നിൽ തന്നെ എല്ലാവരും ഘോഷയാത്രക്കുള്ള ആ തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇതേ നമ്മുടെ മാവേലിയൊക്കെ അവിടെ ഒരുങ്ങിയിട്ടുണ്ട്. മാവേലീൻ്റെ കൂടെ എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആ ഘോഷയാത്രക്കുള്ള ഒരുക്കങ്ങളിലാണ് കേട്ടോ എല്ലാവരും. അതിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ RJ മലർവാടിയിലെ ആക്ടറാണ് ഈ കാണുന്ന ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ളത്. സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് കേട്ടോ നമ്മുടെ ഈ കാവനൂരുള്ള ചെണ്ടമേള ടീം. ഇപ്പോൾ ഇവരുടെ ടീം ചെറുതാണ്, പക്ഷെ ഭാവിയിലേക്ക് ഒരു വലിയൊരു ടീമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പരിപാടി അവതരിപ്പിക്കാനുള്ളൊരു ആശംസ ഞങ്ങളെ ചാനലിലൂടെ ഞങ്ങൾ നേരുകയാണ് കേട്ടോ. കേരളത്തിന്റെ സർവ്വ മേഖലകളിലും തനതായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ സംഘടനയായ YMCC 20 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സംഘടനയെ പിന്തുണച്ചതാക്കി നാം മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുമയുടെയും സമൃദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമായ ഓണാഘോഷത്തിൽ നിന്ന് വർണ്ണശബളമായ ഘോഷയാത്രയുടെയും ശികാരി മേളത്തിന്റെയും ആകെയുടെയും
നമ്മൾ ഓണം ബാക്കിയുള്ള പ്രോഗ്രാമുകൾ, ഗാനമേള, നമ്മുടെ സദ്യ എല്ലാം നമ്മുടെ ഈ റോയൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കേട്ടോ. അപ്പം അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ഘോഷയാത്ര റോയൽ ഗ്രാൻഡിൽ എത്തിച്ചേരും. ഇത് നമ്മളെ മക്കൾ മെഗാ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ആവാൻ കേട്ടോ. അങ്ങനെ ഇത് ഘോഷയാത്ര നമ്മുടെ റോയൽ ഗ്രാൻഡിൽ എത്തിയിട്ടുണ്ട്. റോയൽ ഗ്രാൻഡിൽ ഘോഷയാത്ര എത്തിയതിന് ശേഷം നമുക്ക് മെഗാ തിരുവാതിരയാണ് പ്രോഗ്രാം. അതിന് ശേഷമാണ് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി അഡീഷണൽ SP മലപ്പുറം BA കൃഷ്ണദാസ് സാറ്. പിന്നെ നമുക്ക് കൂടാതെ വിശിഷ്ടാതിഥിയായിട്ട് V വസീഫ് സാറും കൂടെയുണ്ട്. അങ്ങനെ നമ്മുടെ മെഗാ തിരുവാതിരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെണ്ടമേളത്തിൻ്റെ അവസാന കലാശക്കൊട്ടിലാണ് ഇവർ. നമുക്ക് ഉദ്ഘാടകരും എല്ലാവരും എത്താനുണ്ട്, അതിഥികളെല്ലാവരും എത്താനുണ്ട്. അപ്പോൾ അതിനുള്ള വെയിറ്റിങ്ങും കൂടെയാണ്. അപ്പോൾ അതേ അവസാന കലാശക്കൊട്ടായിട്ട് ചെണ്ടമേളം അതിഗംഭീരമായി അവതരിപ്പിക്കുകയാണ് ഇവർ.
ഇതേ നമ്മളും റോയൽ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടും സദ്യ കഴിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ ലല്ലു ആണെങ്കിൽ അച്ഛനെ കണ്ടു പിന്നെ എടുക്കുമെന്ന് പറഞ്ഞ് ചാടുകയാണ്. അങ്ങനെ ഇതേ ഞങ്ങൾ ഇരിപ്പിടത്തിലൊക്കെ സീറ്റ് ഉറപ്പിച്ചിട്ടോ പ്രോഗ്രാംസ് കാണാൻ സെറ്റായിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമ്മുടെ ഉദ്ഘാടനം തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ ഇരിപ്പിടത്തിലൊക്കെ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നും പറഞ്ഞു നോക്കും. ഓണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതാണ്, അത് എല്ലാവരും അങ്ങനെ ആഘോഷിക്കേണ്ടതില്ല എന്ന്. പക്ഷേ മലയാളികൾ ലോകത്ത് എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കണം എന്ന് തന്നെയാണ്. അങ്ങനെ ഇതേ നമ്മുടെ സദ്യക്കുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ സദ്യക്കുള്ള ഇലയൊക്കെ ഇട്ടുകയാണ്. ഇലയിട്ട് ഗ്ലാസ്സൊക്കെ വെച്ച് സദ്യ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ പറയാൻ നല്ലത് പറഞ്ഞാൽ സമൂഹ സദ്യ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങളും സദ്യ കഴിക്കാനിരുന്നു. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. കാരണം തിരക്കായ മക്കളെന്ന് വെച്ച് ഒന്നിനും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സദ്യയിലെ ഐറ്റംസ്. അവിയൽ, പുളിഞ്ചി, പച്ചടി, അച്ചാർ, തോരൻ, അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള അടിപൊളി ഒരു സദ്യ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ ഇത് YMCC ക്ലബിൻ്റെ അടുത്തുള്ള കുറച്ച് ചേച്ചിമാരാണ് കേട്ടോ. അവരൊക്കെ ഡ്രസ് കോഡുള്ള ബ്ലൗസൊക്കെ ഇട്ടിട്ടാണ് സദ്യ വിളമ്പുന്നത് കേട്ടോ. നമ്മൾ അനന്തൂട്ടനൊക്കെ സദ്യ കഴിക്കുന്നുണ്ട്. അനന്തൂല്ല അല്ലൂട്ടനും ഞങ്ങളെല്ലാവരും സദ്യയൊക്കെ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ ഉണ്ട്. അപ്പം സദ്യ കഴിക്കാനും മര്യാദയ്ക്ക് കഴിയണമില്ല. ഇതേ സദ്യേൻ്റെ ആദ്യഘട്ടം ഇവിടെ തുടങ്ങി കഴിഞ്ഞു കേട്ടോ.
അങ്ങനെ നമ്മുടെ സദ്യേൻ്റെ പരിപാടിയൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് പോയിരുന്നു കേട്ടോ. കാരണം ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ ആവശ്യകരമായ നമ്മുടെ വടംവലി മത്സരം ലാസ്റ്റാണ് ആരംഭിക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ കസേരകളി, ലെമൺ സ്പൂണൊക്കെ ഉണ്ടായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളതൊന്നും കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഈ കുട്ടികളെയും വെച്ച് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുകയാണ്. അവന് പക്ഷെ വടംവലി കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് വടംവലിക്ക് കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ ആ വടംവലി മത്സരം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് എല്ലാവരും നല്ല കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ. 2 ടീമുണ്ട്. ഒരു ടീമെന്ന് പറഞ്ഞാൽ YMCCയിലുള്ള ഒരു ടീമാണ്. ഇവരെന്ന് പറഞ്ഞാൽ മുറിഞ്ഞാറ്റിൽ അവിടെ ആ ഏരിയയിൽ പെട്ട ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഈ റോവേഴ്സ് ക്ലബിൻ്റെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ളൊരു കാത്തിരിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ആഞ്ഞു വലിക്കുന്നുണ്ട് എല്ലാവരും. വലിയടാ പറയുന്നുണ്ട് എല്ലാവരും. പക്ഷെ എല്ലാവരും അവരവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രയത്നങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മളെ ഞാൻ പറഞ്ഞ അതിന് നമ്മളെ മുറിനാട്ടിൽ റോവേഴ്സ് ക്ലബ്ബിൽ കുറച്ച് അംഗങ്ങളുണ്ട്, ബാക്കിയും കുറച്ച് അംഗങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തുള്ള ടീം തന്നെയാണ് കേട്ടോ ജയിച്ചിട്ടുള്ളത്. അവർ ഇരുന്നൊക്കെയാണ് കേട്ടോ അവർ വലിക്കുന്നത്. അതേപോലെ കഠിന പ്രയത്നങ്ങളും എടുക്കുന്നുണ്ട്. നമ്മുടെ YMCCയുടെ ടീം തോറ്റിട്ടുണ്ട് കേട്ടോ. മറ്റേ ടീം ജയിച്ചു. അപ്പോൾ അവർക്കുള്ള പഴക്കൊലയ്ക്ക് ഇതാ സമ്മാനിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.